അതെ, ജൂലൈ 5 അടുക്കുംതോറും ജപ്പാൻ മാത്രമല്ല മറ്റു ലോകരാഷ്ട്രങ്ങളും കൂടി ഭീതിയിലാണ്. ജൂലൈ 5 പുലർച്ചെ 4:18 ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ തത്സുഗിയുടെ പ്രവചനം. ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചു മറിയുമെന്നാണ് തത്സുഗി പറയുന്നത്. കടൽ തിളച്ചു മറിയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണെന്നും തത്സുഗി വ്യാഖ്യാനിക്കുന്നു. തന്റെ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ എഴുത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ജപ്പാനിലെ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന തത്സുഗി. കോവിഡ് വ്യാപനവും 2011 സുനാമിയുമൊക്കെ നേരത്തെ തത്സുഗി പ്രവചിച്ച പോലെ സംഭവിച്ചതാണ് ജൂലൈ 5 ഈ ദുരന്ത പ്രവചനവും ലോകം മുഴുവനും ചർച്ചയാകുന്നത്. ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ തത്സുഗി. ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തത്സുഗി ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത്. 1999 പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ 2011 മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു. ഈ ദുരന്തത്തിൽ ഏകദേശം 16,000 പേർ മരിക്കുകയും ഫുകുഷിമ ആണവ ദുരന്തത്തിന് കാരണമാകുകയും ചെയ്തു.